ഹായ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റീക്യാപ്പൊക്കെ ഇട്ടുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ ഇന്ന് ഫസ്റ്റ് ഡേ തന്നെ ബ്രാൻഡ് ന്യൂ ഡേ കണ്ടു. ഇറ്റ് വാസ് ടു ഗുഡ്. ഇപ്പോൾ റിലീസായ നോവേ ഹോം ബ്രാൻഡ് ന്യൂ ഡേയേക്കാളും വലിയ ഹൈപ്പ് റിലീസായ സിനിമയായിരുന്നു. പക്ഷേ അതിൻ്റെ ക്ലൈമാക്സിൽ ഒരു 3 സ്പൈഡർമാൻമാരെ ചേർത്തൊരു ഒരു ട്രിബ്യൂട്ട് തന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോറി ഒന്നും അത്ര ഡീപ്പായിരുന്നില്ല. പക്ഷേ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും സ്റ്റോറി വൈസ്, വിഷ്വൽസ്, ക്യാരക്ടർ ഇമോഷൻസ് വൈസ് ഒക്കെ ഒരു ഡീപ്പായിട്ടുള്ള ലേയേഴ്സ് ഉള്ള സിനിമയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ പീറ്റർ പാർക്കറിനേക്കാൾ കൂടുതൽ അപ്പിയർ ആയിരിക്കുന്ന സ്പൈഡർമാനാണ്. പക്ഷേ ഒരു സൂപ്പർ ഹീറോ ആയിട്ടിരിക്കുക എന്നുള്ളത്, ഒരു സൂപ്പർ പവർ നമ്മുടെ എല്ലാ ഇഷ്യൂസും സോൾവ് ചെയ്യത്തില്ല. ചില സമയത്തൊക്കെ അത് കൂടുതൽ പ്രശ്നങ്ങൾ കൊണ്ടുവരുത്തുന്നു. സ്പൈഡർമാൻ ആളുകളിൽ നിന്ന് മാറി നിൽക്കാൻ നോക്കുന്നത്, ചില ഇമോഷൻസ് ഹിറ്റ് ചെയ്യുമ്പോൾ പുള്ളി അത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതി, എന്തൊരു മോശപ്പെട്ട അവസ്ഥയെ കൂടെയാണ് ആ ഒരു ക്യാരക്ടർ കടന്നു പോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്ന രീതിക്കാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ്. ബീയിങ് എ സൂപ്പർ ഹീറോ ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് പവേഴ്സ് എന്ന് പറയുന്ന രീതിക്കാണ് ഈ ക്യാരക്ടറിനെ കാണിച്ചിരിക്കുന്നത്. ഷാങ്ചി എടുത്തൊരു ഡയറക്ടർ, അതുപോലെ ജാക്കി ചാൻ്റെ സ്റ്റണ്ട് ടീമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഔട്ട് ആൻഡ് ഔട്ട് സ്റ്റണ്ട് മൂവി അല്ല ഇത്. ക്യാരക്ടർ ഇമോഷൻസ് വെച്ച് ഡ്രൈവ് ചെയ്യുന്ന ഒരു സിനിമയിൽ നല്ല നല്ല സ്റ്റണ്ട് സീക്വൻസുകൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ക്ലൈമാക്സ് ഒന്നും കഴിഞ്ഞ സിനിമകളിലെ പോലെ ത്രൂ ഔട്ട് ഫൈറ്റിൽ പോവാതെ ഒരു ഇമോഷണൽ ട്രാക്കിലാണ് ഇത് എൻഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് പണിഷർ ആൻഡ് സ്പൈഡർമാൻ കോംബോ വാസ്. പിന്നെ ഹൾക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഹൾക്കിനെ കോമാളിയാക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കഴിഞ്ഞ എല്ലാ മാർവൽ പ്രോജക്റ്റിലും പോലെ തന്നെ ഹൾക്കിന് അങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് പ്രതീക്ഷിച്ചപ്പോഴത്തേക്കും ഹൾക്കിനെ അവർ ഹൾക്കായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ ഇമോഷൻസ് ഉള്ള, എന്നാൽ ഒരുപാട് എക്സ്പ്രസ് ചെയ്യാത്ത വളരെ മോൺസ്റ്റർ ആയിട്ടുള്ള ഒരു രീതിക്ക് തന്നെ ഹൾക്കിനെ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹൾക്കിന് കൊടുക്കേണ്ട ഒരു റെസ്പെക്ട് അവർ ഈ സിനിമ കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് വില്ലന്മാരും അവരുമായിട്ടുള്ള ഫൈറ്റ് സീക്വൻസുകൾ ഈ സിനിമയിലുണ്ടെങ്കിലും ഇതിൽ മെയിൻ ആന്റഗോണിസ്റ്റ് ഭയങ്കര പവർഫുള്ളാണ്. ലൈക്ക് സ്പൈഡർമാനെ തന്നെ മെന്റലി ആൻഡ് ഇമോഷണലി വളരെ അധികം ബ്രേക്ക് ചെയ്യുന്ന ഈ പുള്ളിക്കാരിയും നമ്മളൊരു പരിധി കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ടു കൊടുക്കുന്നുള്ള രീതിക്കാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് വന്നിരിക്കുന്നത്. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് സിനിമ അവസാനിക്കുമ്പോഴും ചെറിയൊരു ഇമോഷനും ചെറിയൊരു ഹോപ്പും ഒക്കെ ബാക്കി വെച്ചാണ് സിനിമ അവസാനിക്കുന്നത്. എങ്ങനെയാണ് ഒരു സ്പൈഡർമാൻ സിനിമ എൻഡ് ചെയ്യേണ്ടത് ആ രീതിക്ക് തന്നെ ഇത് എൻഡ് ചെയ്തിട്ടുണ്ട്. വെൻ യു ഹെൽപ്പ് സമ്മൺ യു ഹെൽപ്പ് എവരി വൺ. ഒരു സ്പൈഡർമാൻ സിനിമയ്ക്ക് കിട്ടേണ്ട ഏറ്റവും നല്ല മെസ്സേജോടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഒരു പ്രതീക്ഷയും കുറച്ച് സന്തോഷമൊക്കെ ബാക്കി വെച്ച് ചെറിയൊരു ചിരിയോടെ തന്നെയാണ് നമുക്ക് തിയേറ്റർ വിട്ടിറങ്ങാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഉള്ളൊരു സ്പൈഡർമാൻ ഫാൻ ഉണ്ടെങ്കിൽ എന്തായാലും ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ തന്നെ കാണുക. ഇനി പഴയ സിനിമകൾ കാണാത്ത ഒരാളാണെങ്കിൽ നമ്മുടെ റീക്യാപ്പ് വീഡിയോസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. കാണാം. ടാറ്റാ.